ഹായ് കൂട്ടുകാരെ, കലാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ അതും കൊണ്ട് പോവുകയാണ്. പിന്നെ ചേച്ചിയുടെ വീടിൻ്റെ ആ ഭാഗത്തായിട്ടാണ് അതുള്ളത്. വേറൊന്നും കൊണ്ടുപോകാനില്ല, ഓമയ്ക്ക. എൻ്റെ സ്വന്തം എന്താ പറയുക ഫ്രൂട്ടായ ഓമയ്ക്ക. ഓമയ്ക്ക പഴുത്തതും ഉണ്ട് പച്ചയും ഉണ്ട് കേട്ടോ. അപ്പോൾ പഴുത്തത് ഇപ്പോൾ കഴിക്കാം, പച്ച പിന്നെ പഴുപ്പിച്ച് കഴിക്കാം. ആ രീതിയിലാണ് ഞാൻ കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പം ചേച്ചിയുടെ വീട്ടിലേക്കാണ് ചെന്നത്. ഇനി അവിടെ നിന്ന് ഓരോ വീട്ടിലേക്കായിട്ട് പോകണം ഐറ്റം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 വീട്ടിൽ നിന്നുള്ള ഓർഡറുണ്ട്. അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഞാൻ ആ രീതി പാക്ക് ചെയ്താൽ കൊണ്ട് നിൽക്കുന്നത്. ഞാൻ ഓമയ്ക്കായിട്ട് ചെല്ലുമ്പം ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ചേട്ടൻ ഇപ്പോൾ എന്നെ ശ്രീവസ്ത്രയെന്നും പറഞ്ഞ് വിളിച്ചാൽ കേട്ടോ കളിയാക്കുന്നത്. പിന്നല്ല എന്തോ ചേച്ചിയമ്മയ്ക്ക് കൊണ്ടുവരുന്നേ. ചേച്ചിമ്മയ്ക്ക് എന്താ വേണ്ടേ പറ. എനിക്കൊന്നും വേണ്ട. എന്താ വേണ്ടേ പറ. ചുമ്മാ ഇവിടെ പറഞ്ഞാടി. ഞാൻ എൻ്റെ റാണിയെ കളിപ്പിക്കുന്നതിൻ്റെ ഒച്ചയാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് കേട്ടോ. ഞാൻ കൂക്കി എന്നൊക്കെ പറഞ്ഞാൽ അവളെ കളിപ്പിക്കുന്നത്. ഞങ്ങളെ കണ്ടതും അവിടെ ആ സന്തോഷപ്രകടനം കണ്ടോ. പാവ ആ മിണ്ടാപ്പാടി ഞങ്ങളെ വല്ലപ്പോഴും കാണുന്നതാണെങ്കിലും അതിൻ്റെ ആ സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് കാണേണ്ടി തന്നെ കേട്ടോ. മനുഷ്യന്മാർ കണ്ടുപിടിക്കേണ്ടതായി. ഞാൻ ചെല്ലുന്നതെന്ന് പറഞ്ഞ് ചേച്ചി മീൻ വാങ്ങിയതാട്ടോ. ഈ മീനിൻ്റെ പേരെന്താണെന്ന് പറയുമ്പോൾ ഉലുവ എന്നാണേ. നമ്മുടെ ഇവിടെ ഈ മീൻ അങ്ങനെ കിട്ടലില്ല. നല്ല രുചിയൊക്കെയാണ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ചേച്ചി അത് കറി വെക്കുകയാണ്. അവിടെ ചേച്ചിയുടേതായ ഒരു സ്റ്റൈലിലുള്ളൊരു കറി കേട്ടോ, തേങ്ങയൊക്കെ അരച്ചിട്ടുള്ളത്. എനിക്കിഷ്ടമാണ് ആ കറി. മല്ലിയും മുളകും തേങ്ങയും എല്ലാം കൂടി അരച്ച് ചേർത്ത് ഇതുപോലെ ഇളക്കി അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കിട്ടുക കേട്ടോ. അപ്പം ചേച്ചി എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചേച്ചി അങ്ങനെ വെക്കുന്നത്. അങ്ങനെ ചേച്ചി അത് കറി വെച്ചു. പിന്നെന്തുവായിരുന്നു അവിടെ കൂട്ടാനുള്ളത്? സാമ്പാറുണ്ടായിരുന്നു, എന്തോ ഒരു തോരനുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഈ അടുക്കളയുടെ സ്ലാബ് കണ്ടോ? ഇത് ഭയങ്കര മെസ്സിയായിട്ടല്ലേ കിടക്കുന്നത്. എല്ലാ ഐറ്റവും അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ആ ചെന്നൈയും പാടെ ചേച്ചിയെ കൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു വുഡൻ സ്റ്റാൻഡിന് ഓർഡർ കൊടുപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് 9-ാം തീയതി വരും. അത് ഫിറ്റ് ചെയ്യാൻ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ വാഹിലിടുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് കഴിപ്പിച്ച ഗണപതി ഹോമമാണ്. അപ്പോൾ ഗണപതി ഹോമം പായസമൊക്കെ ചേച്ചി ഇന്നലെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ അത് ഒക്കെ എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് ഞുള്ളിപ്പറക്കി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജൊക്കെ ഒരു ഞുള്ളിപ്പറക്കലുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം അവിടെ കാണും. ഞങ്ങളുടെ ചേട്ടനൊക്കെ എപ്പോഴും അമ്പലത്തിലൊക്കെ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും അമ്പലത്തിൽ നിന്നുള്ള ഐറ്റം എന്തെങ്കിലും അവിടെ കാണും. അങ്ങനെ ഞുള്ളിപ്പറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലോട്ട് ഓടിപ്പോകുന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ അവിടുത്തെ പ്രകൃതി രമണി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. റോഡിൻ്റെ സൈഡാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ ദൂരോട്ട് നോക്കുമ്പോൾ നല്ല രസം കേട്ടോ. അങ്ങ് വീക്കോട്ടയം മാർക്കറ്റാണ് നമ്മൾ ആ കാണുന്നത് ദൂരേന്ന്. പിന്നെ നമുക്ക് റോഡിൽ കൂടെ പോകുന്നവരെയൊക്കെ കാണുകയും ചെയ്യാം. അപ്പോൾ ആ കൂട്ടത്തിൽ അവൾ അവിടെ നിന്ന് ചെടിയുടെയൊക്കെ വീഡിയോ എടുത്താൽ കേട്ടോ. എന്നിട്ട് ചേട്ടൻ ഫോണിൽ എന്തോ സാരമായിട്ട് കാണുന്നുണ്ട്. ചേട്ടനൊന്നും ശ്രദ്ധിക്കാണ്ട് അവിടെ നിന്ന് ഫോണ് കാണില്ല. പിന്നെ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നു. കാരണം കഴിപ്പിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ തോരൻ അടുപ്പത്തിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കേട്ടോ. ഗീതുവിന് ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നം. പുറത്തൊക്കെ ഭയങ്കര വേദന, നെഞ്ചിനകത്ത് വേദന, ഭയങ്കര പ്രശ്നം. അങ്ങനെ ഞങ്ങൾ നേരെ അതിനടുത്തുള്ള ഒരു അമ്മ ഹോസ്പിറ്റലിലേക്ക് പോവുക കേട്ടോ. ഞങ്ങൾ എവിടെ പോകുന്നതെന്നറിയാമോ? ഹോസ്പിറ്റലിൽ. ഇവർക്ക് ഗ്യാസ് കയറി വിലങ്ങിയിട്ട് ദേഹത്തും പുറത്തും ഒക്കെ വേദന. അപ്പോൾ ഇവിടെ അടുത്തൊരു അമ്മ ഹോസ്പിറ്റലുണ്ട്. ഞങ്ങൾ അവിടെ പോവാം ഗൈസ്. നിങ്ങളും പോര്. വീക്കോട്ടയം അമ്മ ഹോസ്പിറ്റൽ കാണിച്ചു തരാം. നടന്നു പോവാ, വണ്ടിയെ പോവാ. സാധാരണ എവിടെ പോയാലും വണ്ടി എടുത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ ഗ്യാസ് ആയതുകൊണ്ട് കുറച്ച് നടന്നു പോകാം. അങ്ങനെ പോകുന്ന പോക്കിലെങ്കിലും ഗ്യാസ് അങ്ങ് പോകുന്നേ പോട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുവാണ്. അപ്പോൾ പോകും വഴിക്ക് തേൻ വിൽക്കുന്ന ഒരു വീടാണ്. അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ കോട്ടയത്ത് അമ്പലത്തിൻ്റെ വഞ്ചിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തു നിന്നൊക്കെ കുറച്ച് നടന്നാൽ മതി ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഞാൻ അവർക്ക് മല കാണിച്ചു കൊടുക്കുവാണ്. വീക്കോട്ടയത്ത് അവിടെ ഒരു തുടിയുരുടിപ്പാറ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിനകത്ത് കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മളിങ്ങനെ അടുത്ത് കാണും പോലെയാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഫസ്റ്റിൽ തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു അത്യാഹിത വിഭാഗമെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയാമെന്ന് അത്യാഗ്രഹ വിഭാഗമെന്ന് കേട്ടോ. കുറച്ച് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലാണ്. നല്ലൊരു ഡോക്ടറും കേട്ടോ. പോക്കുകൊണ്ട് വിചാരിക്കും ചേച്ചിയെ കാണിക്കാനാണ്. അങ്ങനെയല്ല, എനിക്കാ വയ്യാഴിക, എന്നെ കാണിക്കാനാണ് പോകുന്നത്. ചേച്ചി ആദ്യമേ കയറി പോകും.
ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കും. BP നോക്കാൻ പറഞ്ഞു കണ്ടില്ല. കാണാമോ? അങ്ങനെ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് BP ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കൈവേദനയും തരിപ്പും ഒക്കെ അല്ലേ. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ ഉണ്ട് BP കുറച്ച് കൂടുതലായിട്ട്. ഞാനോർത്ത് ദൈവമേ BPയും കൂടുതലുണ്ടോ ഇതിന്. പക്ഷെ അവർ രണ്ടാമതൊന്നും കൂടി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലാണെന്ന് പറഞ്ഞു BP കേട്ടോ. അങ്ങനെ BP ചെക്ക് ചെയ്യാൻ അവൾ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ അവിടെ മുഖം പോലും എടുക്കാതെ വീഡിയോ എടുക്കുവാണ്. എന്തൊരു എടുപ്പാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ നോക്കിക്ക്. പിന്നെ ലാസ്റ്റിൽ എന്തായാലും മുഖം കാണിച്ചു ഞാൻ. പിന്നെ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗുളിക അവർ അന്നേരം തന്നെ തന്നു, അത് കഴിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചാൽ മതി, അപ്പോഴത്തേക്കിനും അത് കറക്റ്റ് ആയിക്കോളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ അവൾക്ക് വേദനയുള്ള ഭാഗത്തേക്ക് ചൂട് വെച്ച് തരാമെന്ന് അവർ പറഞ്ഞു. മറ്റൊരു ഇലക്ട്രിക് ലൈറ്റ് കൊണ്ടുള്ളൊരു ചൂടില്ലേ, അപ്പോൾ ഇപ്പം ടാബ്ലറ്റ് കഴിച്ച് അവിടെ ഇരിക്കുക, അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചൂട് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ ഇരിക്കുവാണ്. അതും കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോവാം. പിന്നെ ഇനിയിപ്പോൾ ഇനി എത്ര പൈസയാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുകൂടി ഇങ്ങനെ പറയുമായിരുന്നേ. കുറച്ച് ചേച്ചി ഒരു അത് മതിയേ. മതി. സാമ്പാർ, തോരൻ, അതേ ഉള്ളൂ. സാമ്പാർ, തോരൻ, പപ്പടം, മീൻ കൂട്ടാൻ എല്ലാവരും കൊടുക്കുന്നുണ്ട്. മീൻ കൂട്ടാൻ ഒന്നിച്ചാണ്. മതി മതി, എല്ലാത്തിലും മതി. ഇനി ഭക്ഷണം കഴിച്ചാൽ പിന്നെ അടുത്ത പരിപാടി വീട്ടിലേക്ക് പോരുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ എന്താ പറയുക കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും കാണണം എൻ്റെ വീഡിയോ, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.